നമസ്കാരം. ഇപ്പോൾ പാലായിലെ ചർച്ച മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലായിൽ കഴിഞ്ഞ ദിവസം എത്താഞ്ഞതിനെ കുറിച്ചാണ്. എങ്കിലും എന്റെ ഷോണെ, പാലയെപ്പറ്റി ഇങ്ങനെ പറയണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഷോൺ അവകാശപ്പെടുന്നത് പോലെ ജനിച്ചു വളർന്ന ഒരു നാടല്ലേ. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം വികസനം നടന്നിട്ടുള്ള ഈ സ്ഥലത്തെ പറ്റി ഷോൺ ഇങ്ങനെ ഒരു അഭിപ്രായം പറയണ്ടായിരുന്നു. കൂട്ടുകാരൻ കൂടെ നിന്ന് തേച്ചു എന്ന് കരുതി പാലക്കാരെ മൊത്തത്തിൽ തേച്ചൊട്ടിച്ചത് അത്ര ശരിയായില്ല. പാലായിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റിയ ഒരു സ്റ്റേഡിയം ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രി പാലായിൽ വരാത്തതെന്ന് പറയുമ്പോൾ ഷോണിന്റെ ആ മുഖത്തെ ജാള്യത കാണുന്നവർക്ക് മനസ്സിലാവും. ഷോൺ പറഞ്ഞപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവനാണ് അപമാനിച്ചത്. അത് ഷോണിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. കൂട്ടുകാരന്റെ പിതാവായ കാപ്പനങ്ങളിനോട് ഒന്ന് ചോദിച്ചു നോക്കണം, പാലായിൽ സ്റ്റേഡിയം ഉണ്ടോ ഇല്ലയോ എന്ന്. പാലായിൽ വരാത്ത പ്രധാനമന്ത്രി ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും എത്തി. പാലായിലെ 2 സംസ്ഥാന പാതകളും 15 മീറ്റർ വീതിയിലും 10 മീറ്റർ ടാർ വീതിയിലുമാണെങ്കിൽ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ഏറ്റവും വലിയ റോഡായ MC റോഡിന് 10 മീറ്റർ ടാർ വീതിയേ ഉള്ളൂ. പിന്നെ യോഗം നടത്തണമെങ്കിൽ 5 ഏക്കർ വിസ്തൃതിയിലുള്ള KM മാണി സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം പാലായ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ ഏക വിസ്തൃതമായ സിന്തറ്റിക് സ്റ്റേഡിയം പാലായിലാണ്. അത് ഷോണിന് അറിയാമേലെ. അറിഞ്ഞുകൂടാ എങ്കിൽ ആരോടെങ്കിലും ചോദിച്ചൊന്ന് മനസ്സിലാക്കണമായിരുന്നു. 2 മാസം മുമ്പ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ തന്നെ ഇതേ പാലായിൽ വന്നിറങ്ങി സെന്റ് തോമസ് കോളേജിന്റെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്തത് അങ്ങ് അറിഞ്ഞില്ല അല്ലേ? അതോ മറന്നുപോയോ? അതോ മനഃപൂർവ്വം മറന്നതാണോ? അന്നില്ലാത്ത ഒരു സെക്യൂരിറ്റി പ്രശ്നം എങ്ങനെയാ പൊടുന്നനെ ഇടുത്തി പോലെ വന്നുപെട്ടത്? രാജ്യത്തിന്റെ പ്രഥമ പൗരന്മാരായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് അറിയാമോ താങ്കൾക്ക്? അദ്ദേഹം രാമപുരത്തും KR നാരായണൻ ഉഴവൂരും പാലായിലുമെല്ലാം വർഷങ്ങൾക്ക് മുൻപേ എത്തിയിട്ടുണ്ട്. ഭരണങ്ങാനത്തും പാലായിലും മറ്റ് രാഷ്ട്രപിതാക്കന്മാരെയും ജനം കണ്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രിമാരിൽ നെഹ്റുവും വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി 3 തവണയും പാലായിൽ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം പാലായിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ആയിരുന്നു യാത്ര ചെയ്തത്. അന്ന് ഇത്രയൊന്നും വികസനം ഇല്ലായിരുന്നു പാലായിൽ. അതുകൊണ്ട് കൂടുതൽ ഗീർവാണമൊന്നും വിടണ്ട ഷോണെ. പാലാക്കാർക്കെല്ലാം മനസ്സിലായി ഗുണനിലവാരം എത്രയുണ്ടെന്ന്. ഇത് കൂട്ടുകാരന്റെ തേപ്പ് തന്നെയാണ്. അയാൾക്ക് മുകളിലുള്ള പിടി തന്നെയാണ് നിങ്ങളെ തേക്കാൻ സഹായിച്ചത്. ഷോണിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് അംഗീകരിക്കുവാനുള്ള മനസ്സ് ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. വേറെ ഒന്നുമല്ല. KM മാണി പാലായ്ക്ക് ചെയ്തിട്ടുള്ളത് പോലെ മറ്റൊരു നേതാവും ഒരു മണ്ഡലത്തിന് വേണ്ടിയും ചെയ്തിട്ടില്ല എന്ന് തലയുയർത്തി നെഞ്ചു വിരിച്ചു നിന്ന് പറയാൻ സാധിക്കും അല്ലേ? സാധിക്കും. യഥാർത്ഥത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ KM മാണി ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അത് സത്യപ്രതിജ്ഞ ലംഘനവുമാണ്. ഒരു വിവേചനവും കൂടാതെ ഭരിച്ചുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ബഡ്ജറ്റിന്റെ സിംഹഭാഗവും പാലായ്ക്ക് നൽകിയത് നീതിയല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞ് പാലായ്ക്ക് കൊണ്ടുപോകും. കേരളത്തിൽ ആദ്യവും അവസാനവുമായി റവന്യൂ വകുപ്പ് ഒരു നദിക്ക് കുറുകെ പാലം പണിതത് പാലായിലാണെന്ന യാഥാർത്ഥ്യം കൂടി ഷോണ് അറിഞ്ഞിരിക്കണം. വരൾച്ച ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പ് പണിത പാലമാണ് പാലാ കടപ്പാട്ടൂരിൽ കാണുന്നത്. പാലാ പട്ടണത്തിലെ തിരക്കൊഴിവാക്കാൻ നിർമ്മിച്ച റിവർ വ്യൂ പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞ 7 വർഷമായി അവിടുത്തെ MLAക്ക് സാധിച്ചില്ല എങ്കിൽ അത് അയാളുടെ കഴിവുകേട് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അത് തുറന്നു പറയാനുള്ള മനസ്ഥിതി പോലും ഷോൺ ജോർജ് കാണിച്ചില്ല. കാരണം അത് കാപ്പനുമായുള്ള അന്തർധാരയുടെ നേർചിത്രമാണ്. അത് അരിയാകാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ തനിക്ക് അനുവദിച്ചിരുന്ന 10 കോടി രൂപയിൽ വെറും 4 കോടി രൂപയിൽ താഴെ മാത്രം ചെലവാക്കിയിട്ടുള്ള ഷോണിന് വികസനമില്ലെന്ന് പറയുവാനുള്ള ധാർമ്മികമായ അവകാശമില്ലെന്ന തിരിച്ചറിവെങ്കിലും ഉണ്ടായത് നന്നായി. പ്രധാനമന്ത്രി കാണുമ്പോഴൊക്കെ ചായ വാങ്ങി തരുന്ന സുഹൃത്താണെന്ന് നാട്ടിൽ പറയുന്നതല്ലാതെ പ്രധാനമന്ത്രിയുമായി പ്രത്യേകിച്ച് വേറെ യാതൊരു ബന്ധവുമില്ലെന്ന് കൂട്ടുകാരൻ നാട്ടുകാരെ അങ്ങ് ബോധിപ്പിച്ചു. അതങ്ങ് അസലായി. അനൂപ് ആന്റണി BJPയിൽ കയറി പണി തുടങ്ങിയിട്ട് വർഷം കുറെ ആയതാണ്. അവിടെയാണ് നാട്ടുകാർ തല്ലി ഓടിച്ചപ്പോൾ തടി രക്ഷിക്കാൻ വേണ്ടി BJPയിൽ ഓടിക്കയറിയവൻ കിടന്ന് പുളയ്ക്കുന്നത്. അങ്ങനെ നാട്ടുകാർ പറഞ്ഞത് കേട്ടോ. വലിയ വായിലെ വർത്താനം പറയുമ്പോൾ കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ വേണ്ടേ ഷോണെ?
പാലായിൽ വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ ആര് തന്ന ഉറപ്പിലാണത് പറയുന്നതെന്ന് കൂടി പറയണം. പരമാവധി 15,000 വോട്ട്, അതുമാത്രം കിട്ടുന്നിടത്ത് പ്രധാനമന്ത്രി എത്തുന്നു പോലും ആരോടാണ് പറയുന്നത്? 20,000 വോട്ട് ഷോൺ തികച്ചു പിടിക്കില്ല. എന്നിട്ടാണ് പാലാ ഇങ്ങെടുക്കും, വിജയിക്കുമെന്നൊക്കെ ഗീർവാണം അടിക്കുന്നത്. ഇതിലെ കള്ളക്കളി എന്തു തന്നെയാണെങ്കിലും താമസിയാതെ പുറത്തു വരും. ഒരു മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കുകാരനും ഒക്കെ വിളയാടിയ പൂഞ്ഞാറിലെ 6 പഞ്ചായത്തുകൾ KM മാണിയുടെ പാലായുടെ ഭാഗമായതിൽ പിന്നെയാണ് ഒരു നല്ല റോഡ് പോലും അവിടെ ഉണ്ടായതെന്ന് ഷോൺ വിസ്മരിക്കരുത്, മറക്കരുത്. മനം മയക്കുന്ന ഇലവീഴ പൂഞ്ചിറയും നയനമനോഹരമായ ഇല്ലിക്കൽ കല്ലും അന്നും അവിടെ ഉണ്ടായിരുന്നു. KM മാണി ഭരണാനുമതി നൽകി മല തുരന്ന് മലനിരകളെ ബന്ധിപ്പിച്ച് നല്ല റോഡ് നിർമ്മിച്ചത് കൊണ്ട് മാത്രം ആയിരങ്ങൾ ഇന്ന് അവിടെ എത്തുന്നു. അതും ഷോൺ മറക്കരുത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കേണ്ട. കാപ്പനെ സ്നേഹിച്ചു നിന്നും ജോസിനോട് പിണങ്ങി നിന്നും മത്സരിച്ച് പണ്ട് കുരങ്ങൻ അപ്പം പങ്കുവെച്ചതുപോലെ ഒതുക്കത്തിൽ അങ്ങ് വിഴുങ്ങാമെന്ന് കരുതുന്നത് പോക്ഷത്തരമാണ്. അത്രേ പറയാനുള്ളൂ.